Hi all. Now we are discussing the next head of income from other source. Okay. IFOs. So we will chapter discuss in areas for you. First accounting method. Okay. Section 145 subsection 1 then chargeability. Okay, IFO is chargeability. Section 56 section 56 subsection 1, section 56 subsection 2, then deductions not allowable. That means നമുക്കൊരു ഇൻകം ഉണ്ടായാൽ ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റാത്ത ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആ ഇൻകത്തിൽ നിന്ന് IFOs കണ്ടുപിടിക്കുമ്പോൾ കുറയ്ക്കാൻ പറ്റാത്ത എക്സ്പെൻഡിച്ചർ സെക്ഷൻ 57. Then deductions allowable. Okay, section 57 allowable. Then deductions not allowable. Section 58. Okay, section 58. So three sections are നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ സെക്ഷൻ 145 സബ്സെക്ഷൻ 1. ഓക്കെ, സോ സെക്ഷൻ 145 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് IFOസിൽ ഇൻകം ചാർജ് ചെയ്യുവാണെങ്കിൽ ഇൻകം പ്രോഫിറ്റ് ആൻഡ് രണ്ട് കാര്യങ്ങൾ ചാർജബിൾ അണ്ടർ ദ ഹെഡ്സ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് PGP or income from other source shall be computed in accordance with either cash or mercantile system of accounting regularly followed by SSC. Okay, so that means നമുക്ക് ഇതിൻ്റെ IFOസിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് അല്ലെങ്കിൽ IFOs ഷാൽ ബി കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഒന്നുകിൽ അക്കൗണ്ടിങ് മെത്തേഡ്. രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ക്യാഷ് ബേസ് അല്ലെങ്കിൽ ക്യാഷ് ബേസിൽ ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ് ആ ബേസിസിൽ, അല്ലെങ്കിൽ മെർക്കൻഡൈൽ അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം. സോ ഇതിൽ നമുക്കിപ്പോൾ ഫോളോ ചെയ്യാം, ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. നോർമലി അല്ലെങ്കിൽ റെഗുലർലി ഏത് അക്കൗണ്ടിങ് സിസ്റ്റം ആണോ SSC ഫോളോ ചെയ്യുന്ന അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ഫ്രം അതർ സോഴ്സും PGBP നമ്മളത് PGBP ഇൻകവും നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്യാം. സോ കമ്പനീസ് ആക്ട് 2000 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് മിക്സ് ചെയ്യരുത്. എന്താണ് IFOs ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് SSC റെഗുലർലി ഫോളോ ചെയ്യുന്ന ക്യാഷ് സിസ്റ്റം ആണോ മെർക്കൻഡൈൽ സിസ്റ്റം ആണോ അതിൻ്റെ ബേസിസിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ 56 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് IFOസിൽ വരുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ബാക്കി ഹെഡ്സിൽ വരാത്ത റിമൈനിങ് ഹെഡ്സ്. ദാറ്റ് മീൻസ് സാലറിയിൽ പറ്റില്ല, ഹൗസ് പ്രോപ്പർട്ടിയിൽ പറ്റില്ല, PGBPയിൽ പറ്റില്ല, ക്യാപിറ്റൽ ഗെയിൻസ് ഈ 4 ഹെഡിലും പറ്റാത്ത ഇതാണ് വരുന്നത്. ദെൻ 56 സബ്സെക്ഷൻ 2 സ്പെസിഫിക്കലി ഇവിടെ തന്നെ അതായത് അതർ സോഴ്സിൽ മാത്രം വരുന്ന ഇൻകംസ് ഏതാന്ന് പറയുന്ന സെക്ഷനാണ് 56. നമ്മൾ ഇൻഫാക്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന 56 സബ്സെക്ഷൻ 2 അതിനകത്തെ ക്ലോസസ് ആണ്. സോ നമുക്കൊരു ഇൻകം കിട്ടിയാൽ എന്തൊക്കെ ഡിഡക്ഷൻസ് ആകാം എന്ന് പറയുന്നതാണ്. നമുക്ക് രണ്ട് ഡിഡക്ഷൻസ് മേജറായിട്ട് വരുന്നുണ്ട്. നമ്മളത് ഓരോന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ ഡിഡക്ഷൻ കിട്ടാത്തത് ഡിഡക്ഷൻ ആകാവുന്ന 50. ദാറ്റ് മീൻസ് ഇത്രയും സെക്ഷൻസേ ഉള്ളൂ IFOസിൽ. സെക്ഷൻ 145 സബ്സെക്ഷൻ 1 മെത്തഡ് ഓഫ് അക്കൗണ്ടിങ്. ദാറ്റ് മീൻസ് ഇതിലെ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് SSC യൂസ് ചെയ്യുന്ന ക്യാഷ് സിസ്റ്റമോ മെർക്കൻഡൈൽ സിസ്റ്റമോ ഏതാണോ റെഗുലർലി ഫോളോ ചെയ്യുന്നത് ആ അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യാന്ന് പറയുന്നതാണ്. ദെൻ 56 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് ബാക്കി 4 ഹെഡിലും വരാത്ത ഇൻകം. സോ ദാറ്റ് മീൻസ് ഒരു ഇൻകം SSC ഇൻകം ഉണ്ടായി നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസ് യൂസ് ചെയ്ത് എന്താണ് 4 ഹെഡിലും വരുന്നില്ല എങ്കിൽ നമ്മൾ എവിടെയായിരിക്കും കൊണ്ട് പാർക്ക് ചെയ്യുന്നത്, IFOs അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിലായിരിക്കും പാർക്ക് ചെയ്യുന്നത്. ദെൻ 56 സബ്സെക്ഷൻ 2 സ്പെസിഫിക് ആയിട്ട് അതർ സോഴ്സിൽ തന്നെ ടാക്സ് ചെയ്യണം എന്ന് പറയുന്ന ഇൻകത്തിനെ കുറിച്ച് പറയുന്നതാണ് 56 സബ്സെക്ഷൻ 2. ദെൻ ഒരു ഇൻകം കിട്ടിയാൽ അതിൽ നിന്ന് കുറയ്ക്കാവുന്ന എക്സ്പെൻഡിച്ചറുകൾ ഏതൊക്കെയാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57. ദെൻ എക്സ്പെൻഡിച്ചർ ഉണ്ടായി ബട്ട് എന്താണ് IFOസിൽ ഇൻകമായിട്ട് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ് സെക്ഷൻ 58. സോ 56 സബ്സെക്ഷൻ 1 എനി ഇൻകം വിച്ച് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി, income from house property, profit and gains of business or profession, income that shall be taxable under income from അല്ലെ ഒരു ഇൻകം ഉണ്ടായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
സാലറിയിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല, ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല, PGBP ചാർജ് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെയാണെങ്കിൽ എവിടെ തന്നെ ചാർജ് ചെയ്യും. സോ 4 ഹെഡിലും പറ്റാത്ത ഇൻകം എവിടെ കൊണ്ട് ചാർജ് ചെയ്യും? അതർ സോഴ്സിൽ ചാർജ് ചെയ്യും. ഓക്കെ. ദെൻ 56 സബ്സെക്ഷൻ 2 സ്പെസിഫിക് ആയിട്ട് വരുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മേജറായിട്ട് വരുന്നത് ഡിവിഡൻഡ് ഇൻകം മെയിൻ, ദെൻ കാഷ്വൽ ഇൻകം, then consideration received excess of FMV on closely held a company where such shares are issued at premium. Adella nammal oronnu nammal separate discuss cheyum. Interest received on compensation or enhanced compensation, advance money received and forfeited, രണ്ട് scenario, then some received property, that means gift എന്ന് പറയുന്ന ഗിഫ്റ്റിന്റെ scenario, compensation or other payments due received from any other person in connection with termination of his employment or modification of terms relating to their under section 56 subsection 2 clause 11. The following income IFOS charge in PGBP charge any sum received by an employer from his employee. Okay, other interest on securities, income from letting and hire of machinery, plant or furniture. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഇൻട്രസ്റ്റ് അങ്ങനെ ഇൻകം കിട്ടുകയാണെങ്കിൽ മെഷീനറി എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചാർജ് ചെയ്യും? PGBP അല്ല, എൻ്റെ ബിസിനസ്സാണ് റെൻറ്റിന് കൊടുക്കുന്നതെങ്കിൽ PGBP, അതാണ് എടുത്തു പറയുന്നത്. PGBPയിൽ ചാർജ് ചെയ്തില്ല എങ്കിൽ PGBP എവിടെ ചാർജ് ചെയ്യും? IFOS. ഓക്കെ. നെറ്റിംഗ് ഓഫ് ബിൽഡിംഗ് ഇൻസെപ്പറബിൾ നമ്മൾ ഓൾറെഡി ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിസ്കസ് ചെയ്ത ഏരിയ. എനി സം റിസീവ്ഡ് ഫ്രം ഹ്യൂമൻ ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിംഗ് ബോണസ് ഓൺ സച്ച് പോളിസി ഇഫ് നോട്ട് ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി ഓൾസോ. ഓക്കെ. സോ PGBPയിലും സാലറിയിലും വരാത്ത ഇൻകം എവിടെ ടാക്സ് ചെയ്യുമെന്ന് പറയുന്നത്? IFOS. ഓക്കെ. Then income from charge and not falling any other heads of income such as, for example ആണ് income from subletting of house property അല്ലേ. സോ letting of house property എവിടെ വരും? സോ ഓർമ്മയുണ്ടോ? ഹൗസ് പ്രോപ്പർട്ടിയിലെ തന്നെ സെക്ഷൻ 22 ഇപ്പം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ? ഓണർഷിപ്പ്, ആനുവൽ വാല്യൂ അല്ലേ. സോ ദാറ്റ് മീൻസ് റെന്റ്, ഓണർഷിപ്പ്. ഓക്കെ, ഇവിടെ സബ്ലെറ്റിംഗ് മീൻസ് എന്താണ്? എന്തും ഉണ്ടാവില്ല, ഓണർഷിപ്പ് ഉണ്ടാവില്ല. ഓണർ ഓൾറെഡി എന്തിനു കൊടുത്ത്? റെന്റിന് കൊടുത്ത്. റെന്റിന് വാങ്ങിച്ച ആൾ വേറെ ആൾക്ക് റെന്റിന് കൊടുക്കണം. ദാറ്റ് മീൻസ് ഓണർഷിപ്പ് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി എടുത്തു. സോ സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരത്തില്ല, വേറെ ഒരു ഹെഡിലും വരില്ല, ഫോർ IFOS. സോ പിന്നെ ഇൻട്രസ്റ്റ്, മെയിനായിട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഒരു ഹെഡിലും വരില്ല, നമുക്ക് വരുന്നത് IFOSലാണ്. ഇൻട്രസ്റ്റ്, ഫാമിലി പെൻഷൻ, then family pension, income from subletting house property, salary of MB MLA, then agricultural income from land located outside India, royalty income. Okay, so ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരാം, IFOSൽ വരാം. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് ഫാമിലി പെൻഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ 57ൽ ഒരു ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, എത്രയാണെന്നുള്ളത്. ഡയറക്ടർ സീറ്റിംഗ് ഫീ എല്ലാം നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് TDSൻ്റെ ഏരിയയിലാണ് നമുക്ക് ടാക്സ് വരുന്നത്. ബിക്കോസ് ഡയറക്ടർ എന്തല്ല, ഡയറക്ടർ ഡയറക്റ്റ്ലി വരുന്നത്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ എംപ്ലോയി എന്നുള്ള കൺസിഡറേഷൻ, നോർമൽ ഡയറക്ടേഴ്സ് വരില്ല ആ സിറ്റിംഗ് ഫീ. അതുകൊണ്ട് തന്നെ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് എന്ത് അട്രാക്ട് ചെയ്യില്ല? സെക്ഷൻ 15 അട്രാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എവിടെ വരും? സാലറിയിൽ വരാത്തതുകൊണ്ട് വേറെ ഒരു ഹെഡിലും വരില്ല. ദെൻ എവിടെ വരും? 4 ഹെഡിലും വരത്തില്ല, IFOS വരും. ഓക്കെ, സോ നമുക്കിനി ഓരോ നാട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ മേജർ ഒരു ഏരിയ ആണ് ഡിവിഡൻഡ് ഇൻകം. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഡിവിഡൻഡ് ഇൻകത്തിനെ ഡിവിഡൻഡ് ഇൻകം ഡിവിഡൻഡ് ഇൻകം ഡിവിഡൻഡ് ഇൻകം നമ്മൾ രണ്ടായിട്ടാണ്. ആക്ച്വൽ ഡിവിഡൻഡ്, then deemed dividend. Okay, so ഇത് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ആണ്. സോ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിനകത്താണ് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കഷൻ വരുന്നത്. സോ 2 സബ്സെക്ഷൻ 22ൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് A ഉണ്ട്, ക്ലോസ് B ഉണ്ട്, ക്ലോസ് C, ക്ലോസ് D. Okay, 2 subsection 22 clause D, then clause E. Okay, so ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിൽ അതർ സോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആക്ച്വൽ ഡിവിഡൻഡ്, ദെൻ ഫസ്റ്റ് ഡീംഡ് ഡിവിഡൻഡ്. ഓക്കെ, സോ ഡീംഡ് ഡിവിഡൻഡിനകത്ത് 2 subsection 22 clause A, 2 subsection 22 clause B, 2 subsection 22 clause C, 2 subsection 22 clause D and 2 subsection 22 clause E. Okay, so 2 subsection 22 clause A പറയാം. എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് എന്താണ്
കമ്പനി അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ബൈ എ കമ്പനി ടു ഷെയർ ഹോൾഡേഴ്സ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് കമ്പനി പൊസസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്താണ്, നമുക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് എന്ത്, ആക്ച്വൽ ഡിവിഡൻഡ് അല്ലേ. സോ പ്രോഫിറ്റിൽ നിന്ന് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് എന്ത്, ഡിവിഡൻഡ്. ഓക്കെ, സോ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നോർമലി ക്യാഷ് ആയിട്ടാണ് ബാങ്കിലായിട്ടാണ് കൊടുക്കുന്നത്. സോ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തില്ല, ബട്ട് എന്ത് കൊടുത്തു, അസറ്റ് കൊടുത്തു. അത് എന്താണ്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉള്ള കമ്പനി അസറ്റ് കൊടുത്തു അല്ലേ. സോ ഡിവിഡൻഡ് കൊടുത്തില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. സോ കമ്പനിക്ക് നോർമലി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഒക്കെ ആപ്ലിക്കബിൾ ആണ്. സോ അത് സ്ക്രാപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല എന്ന് കാണിക്കാനാണ് അസറ്റ് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കും, അതൊരു ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കും. ദെൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് ബി. സോ ഇത് ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, അസറ്റ്സ് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ഫ്രം എന്തുണ്ടായിരിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്പനിക്ക് എന്തുണ്ടായിരിക്കണം, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, അക്യൂമുലേറ്റഡ് അസറ്റ്സ് ഫ്രം അസറ്റ്സ് കൊടുക്കുന്നു, ബട്ട് എന്തുണ്ട്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടായിട്ടും അസറ്റ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് എ. സെക്കൻഡ് സെനാരിയോ 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബഞ്ചർ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ബോണസ് ഷെയർസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സോ എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് its shareholders by a company of debentures, debenture stocks or deposit certificates and any distribution to its preferred shareholders of shares by way of bonus to the extent which company possesses accumulated profit. Okay, so debenture certificate, debenture stock, deposit certificate ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ preferred shareholdersന് ബോണസ് ഷെയർസ് കൊടുക്കുകയാണ്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ അണ്ടറിൽ വരും, അത് 2 സബ്സെക്ഷൻ 22. ഓക്കെ, 2 സബ്സെക്ഷൻ 22 ക്ലോസ് ബി. ഓക്കെ, ഡിബഞ്ചർ കേസ് കൊടുക്കുകയാണെങ്കിൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ദെൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് സി ശ്രദ്ധിക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 സബ്സെക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്. ഓക്കെ, സോ സെക്ഷൻ 46 നമുക്ക് ക്യാപിറ്റൽ ഗെയിനകത്ത് സെക്ഷൻ 46 സബ്സെക്ഷൻ 2 നമ്മൾ ഇമ്പോർട്ടൻ്റ് അവിടെ ഈ ഒരു സെക്ഷൻ കയറി വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ലിങ്കേജ് ഉള്ള സെക്ഷൻസ് നമ്മൾ എടുത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. 2 സബ്സെക്ഷൻ 22 ക്ലോസ് സി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ഓൺ ലിക്വിഡേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ കമ്പനി ഓൺ ലിക്വിഡേഷൻ ടു ദ എക്സ്റ്റെൻറ്റ് വിച്ച് കമ്പനി പൊസസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അല്ല, ആദ്യം നമ്മൾ ജസ്റ്റ് അസറ്റ് മാത്രം പറഞ്ഞു 22 ക്ലോസ് എയിൽ. സോ ക്ലോസ് എയിൽ എന്താണ്, അസറ്റ് ഓൺ ലിക്വിഡേഷൻ. ഓക്കെ, ലിക്വിഡേഷനായി അതിനകത്ത് എന്തുണ്ട്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് എന്നാണ് ഉണ്ടെങ്കിൽ അത്രത്തോളം ടു ദ എക്സ്റ്റെൻറ്റ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഒക്കെ ഉള്ള കേസിലെല്ലാം എന്തുവരും, അത് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഡി റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ബൈ എ കമ്പനി ഓൺ റിഡക്ഷൻ ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ ടു ദ എക്സ്റ്റെൻറ്റ് വിച്ച് കമ്പനി പൊസസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, when assets are distributed under section 2 subsection 22 clause A, B, C, D, the FMV of asset as on the date of distribution has taken for computing dividend. Okay, so ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. സോ എന്താണ്, ക്യാപിറ്റൽ തിരിച്ചു വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്ന ആ സിനാരിയോ എന്താണ്, 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഡി. ഓക്കെ, സോ ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ചാപ്റ്ററിലെ ഡിവിഡൻഡിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഏരിയ ആണ് 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഇ. അഡ്വാൻസ് ഓർ ലോൺ. ഓക്കെ, അഡ്വാൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺ കൊടുത്തു ബൈ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി മീൻസ് എന്താണ്, പ്രൈവറ്റ് കമ്പനി മീൻസ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി അല്ലെങ്കിൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനി മീൻസ് എന്താണ്, പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ മീനിങ് എന്താണ്, പ്രൈവറ്റ് കമ്പനി അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺ കൊടുത്തു, payment by a company to which public are not substantially interested any sum by way of advance or loan to any shareholders who is the beneficial owner of 10% or more. So that means ആർക്കാണ് കൊടുത്തത്, ഷെയർ ഹോൾഡർ കൊടുത്തു. ഷെയർ ഹോൾഡർ എന്ത് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡർ ആണ്, ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 10% or more equity shares of the company to then ഒന്നെങ്കിൽ ഷെയർ ഹോൾഡർ എടുത്ത് to any concern HUF ആകാം in which the shareholder having beneficial ownership of at least 10% of equity share is a member. So അല്ലെങ്കിൽ ഇതിപ്പോൾ ഡയറക്റ്റ് ഷെയർ ഹോൾഡർ കൊടുക്കുന്നു. ദെൻ എന്താണ്, ഒരു ഇവേഷൻ നടത്താൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ ഷെയർ ഹോൾഡർക്ക് 10% ഷെയർ ഹോൾഡർക്ക് അല്ലെങ്കിൽ ഈ 10% ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഉള്ള ഷെയർ ഹോൾഡർ. ഓക്കെ, ഈ ഷെയർ ഹോൾഡർ എന്താണ്,
ഷെയർ ഹോൾഡറിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണിൽ ഓക്കെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓക്കെ സോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് മീൻസ് എന്താണ് ആ ഈ പറയുന്ന ഷെയർ ഹോൾഡർക്ക് അവർക്ക് 20% ഒരു കമ്പനി ആണെങ്കിൽ 20% ഓക്കെ അറ്റ്ലീസ്റ്റ് 20% ഷെയർ ഓഫ് ഇൻകം കമ്പനി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം 20% ഓർ മോർ ഷെയർ ഹോൾഡിംഗ് ഫോമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺസേൺ ആണെങ്കിൽ ഇൻകത്തിൻ്റെ 20% എങ്കിലും ഉള്ള ആളെ എന്ന് പറയാം സബ്സ്റ്റാൻ ഒന്നുകിൽ എന്താണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനി 10% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ലോൺ അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺ കൊടുത്താൽ അതെന്തിൽ നിന്നായിരിക്കണം കൊടുത്തിരിക്കുന്നത് payments of such closely held individual benefit or shareholder to the extent of accumulated profit okay ഇവിടെ എന്താണ് accumulated profit എത്രയുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് വരും അയാൾക്ക് കമ്പനി എന്താണ് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടും so that means company means private company that means എന്തല്ല public are not substantial that means public company എന്താണ് 2 subsection 22 clause E applicable അല്ല okay സോ ദെൻ ഒന്നുകിൽ എന്താണ് ഇക്വിറ്റി 10% അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ദാറ്റ് മീൻസ് 10% അതിൽ കൂടുതലോ ഷെയർ ഹോൾഡിംഗ് ഉള്ള ആള് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും കൺസേണിന് എന്ത് കൊടുക്കുക ലോൺ അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് കൊടുക്കുക എവിടെ നിന്നായിരിക്കണം കൊടുത്തിരിക്കുന്നത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ ആ അത്ര അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് വരെ എന്താകും ഡീംഡ് ഡിവിഡൻഡ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് സോ ആ കമ്പനിക്ക് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് കമ്പനി എന്ന് പറയുന്നത് മണി ലെൻഡിങ് കമ്പനിയാണ് പുറത്ത് എത്ര റേറ്റിനാണോ കൊടുക്കുന്നത് അതേ റേറ്റിന് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നതെങ്കിൽ എന്താണ് എക്സെപ്ഷൻ ആണ് then payment made by a company on purchase of its own shares so അതെല്ലാം നമ്മൾ സെക്ഷൻ 58 നമുക്ക് any distribution of shares or demerger resulting to the shareholders demerged company so അങ്ങനെയുള്ള ഏരിയാസ് ഓക്കെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം 2 subsection 22 clause E ആണ് ആ എക്സെപ്ഷനകത്ത് തിയറി പോയിന്റ്സ് നമുക്ക് മേജറായിട്ട് വരുന്നത് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണ് ദെൻ നേരത്തെ ഡീം ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തിട്ട് വേറെ ഡിവിഡൻ്റ് സെറ്റ് ഓഫ് ചെയ്യുന്ന സെനാരിയോ ഒക്കെയാണ് പറയുന്നത് ഓക്കെ അതൊന്ന് ജസ്റ്റ് തിയറി ആയിട്ട് ഒന്ന് നോക്കിയേക്കാം സെക്ഷൻ 58 പർച്ചേസ് ഓഫ് ഓൺ ഷെയർസിൻ്റെ കേസാണ് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഷെയർസ് ടു ഡിമർജ്ഡ് റിസൾട്ടിംഗ് കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ടു ദ ഡിമർജ്ഡ് കമ്പനി വെദർ ഓർ നോട്ട് ഈസ് എ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഓർ ഡിമർജ്ഡ് കമ്പനി ഓക്കെ ദെൻ 2 subsection 22 clause E le any payment by way of public not substantially interested okay 2 subsection 22 clause E le എന്താണ് പ്രൈവറ്റ് കമ്പനി എന്ത് കൊടുത്തു അഡ്വാൻസ് ഓർ ലോൺ ഓക്കെ സോ ഇതിനകത്ത് നമുക്ക് പിന്നീട് ഒരു ഡൗട്ട് ഇതിനകത്ത് അതായത് ഫസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തുടക്കത്തിൽ ലോൺ കൊടുത്തു അവസാനത്തിൽ നമുക്ക് തിരിച്ചടച്ചാലും എന്തായിട്ട് തന്നെ കൂട്ടും കൊടുത്തിട്ടുള്ള ഒത്തിരി റീപേയ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് സെക്ഷൻ 2 ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനി അങ്ങനെ ഒരു ഫണ്ട് അവിടെ സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ ഇത്രയും ഹോൾഡിംഗ് ഉള്ള ഒരാൾക്ക് കൊടുത്താൽ ഇറ്റ് വിൽ ബി ട്രീറ്റ് ആസ് ഡീംഡ് ഡിവിഡൻഡ് അല്ലേ അഡ്വാൻസ് ഓർ ലോൺ കൊടുത്തു ആർക്ക് കൊടുത്തു ഒന്നുകിൽ ഷെയർ ഹോൾഡർക്ക് 10% ഓർ മോർ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓക്കെ ദെൻ അഡ്വാൻസ് കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ് ഒരു കൺസേണിന് കൊടുക്കാം ഓക്കെ കൺസേണിന് കൊടുക്കാം ഈ പറയുന്ന ഷെയർ ഹോൾഡർ അവിടെ എന്തുണ്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ അതും എന്തായിട്ട് തന്നെ കൂട്ടും ലോൺ ദാറ്റ് മീൻസ് ഡീംഡ് ഡിവിഡൻഡ് ഓക്കെ ദെൻ നമുക്കൊരു പ്രോബ്ലം നോക്കാം ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ Rahul holding 20% of equity shares, 28% equity shares, 28% equity shares hold ചെയ്യുന്നു Rahul hold ചെയ്യുന്നു okay company took a loan of rupees okay loan 5 lakhs from the company on the date of granting loan the company has accumulated profit എത്രയാണ് 4 lakh okay accumulated profit 4 lakh the company engaged in some manufacturing business activity that means money lending alla avരുടെ major business okay first question നോക്കാം the amount of loan is taxable as deemed dividend if the company is a company in which public are substantially interested so public are substantially interested that means എന്താണ് public company ക്ക് എന്താണ് section 2 subsection 22 clause E applicable അല്ല therefore എന്തല്ല not treated as deemed dividend okay in case of public company okay not treated as deemed dividend okay deemed dividend ആയിട്ട് കണക്കാക്കുമെന്നാണ് ചോദിച്ചത്
deemed dividend, not treated as deemed dividend for under section 2 subsection 22. Clause E യിൽ എന്താണ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിന് മാത്രമാണ് എന്ത് വരുന്നത് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് വരുന്നത് 2 subsection 22 clause E. Then next scenario, what would be your answer if the lending company is a private limited company, that means company in which public are not substantially interested. Okay, so second scenario il 2 subsection 22 clause E എന്തൊക്കെയായിരിക്കണം പ്രൈവറ്റ് കമ്പനി ആയിരിക്കണം എന്തായിരിക്കണം ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തിരിക്കണം അല്ലേ കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത് എവിടെ നിന്നായിരിക്കണം അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓക്കെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം കൊടുത്തിരിക്കുന്നത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം ഇത് പ്രൈവറ്റ് കമ്പനി ആണോ പ്രൈവറ്റ് കമ്പനിയാണ് ഓക്കെ ലോൺ ആണോ കൊടുത്തിരിക്കുന്നത് ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് ആണോ കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് എമൗണ്ട് എത്രയാണ് 5 lakhs. ദെൻ ഷെയർ ഹോൾഡർ ഓക്കെ സോ കൊടുക്കുന്നത് എത്രയാണ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് 10% ഓർ മോർ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ഇവിടെ എത്രയാണ് 28% ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ പിന്നെ എന്താണ് ഈ എൻ്റെ 5 ലക്ഷവും ഇതാവോ എൻ്റെ 5 ലക്ഷവും ഡീംഡ് ഡിവിഡൻഡ് ആവോ ഇല്ല എന്തായിരിക്കണം ടു ദ എക്സ്റ്റെൻഡ് ഓഫ് കമ്പനി പൊസസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് എത്രയാണ് അവിടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് കമ്പനിയുടേത് 4 lakh ഉള്ളൂ ഓക്കെ സോ നമുക്ക് എത്ര വരെ ഡീംഡ് ഡിവിഡൻഡ് ആകത്തുള്ളൂ therefore under section 2 subsection 22 clause E deemed dividend എത്രയാണ് ഡീംഡ് ഡിവിഡൻഡ് will be rupees 4 lakh. ഇവിടെ എന്താണ് 5 lakh വരാത്തത് അല്ലേ ബാക്കി എല്ലാ കണ്ടീഷനും ഓക്കെ ആണ് ബട്ട് എത്രയാണ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് എത്ര വരെ വരുന്നുള്ളൂ അല്ലേ സോ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം പ്ലസ് അക്യൂമുലേറ്റഡ് കമ്പനിക്ക് എന്തുണ്ടാകണം അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാകണം സോ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് വരെയാണ് എന്ത് വരുന്നത് ഡീംഡ് ഡിവിഡൻഡ് ഓക്കെ സോ അങ്ങനെയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് 5 ലക്ഷം വരത്തില്ല 4 ലക്ഷമാണ് വരുന്നത് ഓക്കെ സോ ഇതാണ് 2 subsection 22 clause A B C D E അതിനകത്ത് സി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഗെയിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് ദെൻ അടുത്ത നെക്സ്റ്റ് ഏരിയ ഇതിൻ്റെ ഒരു ടാക്സബിലിറ്റി സോ ചാർജബിലിറ്റി ഓഫ് ഡിവിഡൻഡ് ഓക്കെ ശ്രദ്ധിക്കാം രണ്ട് രീതിയിലാണ് നമുക്ക് ഡിവിഡൻഡ് കിട്ടാവുന്നത് ഒന്നുകിൽ ഇന്ത്യൻ കമ്പനി ഡൊമസ്റ്റിക് കമ്പനി ആകാം അല്ലെങ്കിൽ ഡിവിഡൻഡ് ഫ്രം എ അതർ ദാൻ ഡൊമസ്റ്റിക് ദാറ്റ് മീൻസ് ഫോറിൻ കമ്പനി ഓക്കെ ഫുള്ളി ടാക്സബിൾ ആണ് ഇത് ഫോറിൻ കമ്പനി സോ ഇന്ത്യൻ കമ്പനി എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ എന്താകാം ആക്ച്വൽ ഡിവിഡൻഡ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ അല്ലെങ്കിൽ ഡീംഡ് ഡിവിഡൻഡ് ആകാം സോ ആക്ച്വൽ ഡിവിഡൻഡ് ദെൻ ഇവിടെ ശ്രദ്ധിക്കാം ഡീംഡ് ഡിവിഡൻഡ് നമുക്ക് എത്രയാണ് 2 subsection 22 A മുതൽ E വരെയുണ്ട് ക്ലോസ് അല്ലേ സോ 2 subsection 22 A മുതൽ E വരെ ഉള്ളത് പ്ലസ് ആക്ച്വൽ ഡിവിഡൻഡ് അഗ്രിഗേറ്റ് ഡിവിഡൻഡ് എക്സീഡ് ഒരു വർഷം കിട്ടുന്നത് 10 ലക്ഷം എക്സീഡ് ചെയ്താൽ അപ് ടു 10 lakh exemption under section 10 subsection 34 then exceed ചെയ്താൽ that means 11 ലക്ഷമാണ് that means actual dividend plus ഈ പറഞ്ഞ 2 subsection 22 A B C D ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് എത്രയാണ് 15 ലക്ഷം ഉണ്ടെങ്കിൽ 10 ലക്ഷം വരെ വിട്ടേക്കുക ബാക്കി മിച്ചമുള്ള 1 ലക്ഷത്തിന് എന്താണ് 115 BB DA യിൽ 10% ഓക്കെ സോ സർചാർജ് ഉണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആണെങ്കിൽ അതനുസരിച്ചിട്ട് സർചാർജ് പ്ലസ് സെസ് 4% okay health and education cess 4%. Then deemed dividend 2 subsection 22 clause E fully exempted ആണ് സോ ഇവിടെ എക്സംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ റൈറ്റ് നൗ വെച്ചിട്ട് കമ്പനി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് 30% അടയ്ക്കുന്നുണ്ട് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അണ്ടർ സെക്ഷൻ 115 ഓ പ്രകാരം 30% ഫ്ലാറ്റ് അടയ്ക്കും പ്ലസ് അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള 12% പ്ലസ് 4% ഒക്കെ എന്ത് വരുന്നുണ്ട് സർചാർജ് പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒക്കെ കയറി വരുന്നുണ്ട് സോ ഇതാണ് മനസ്സിലാക്കേണ്ടത് കമ്പനി ഫോറിൻ കമ്പനി ആണെങ്കിൽ ഒന്നും നോക്കണില്ല ഫുള്ളി ടാക്സബിൾ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ആക്ച്വൽ ഡിവിഡൻഡ് പ്ലസ് 2 subsection 22 ക്ലോസ് എ മുതൽ ഡി വരെ ഉള്ള എല്ലാം കൂടെ ചേർത്ത് അഗ്രിഗേറ്റ് 10 ലക്ഷം വരെ എന്താണ് 10 subsection 34 ഫുള്ളി എക്സംപ്റ്റഡ് ആണ് 10 ലക്ഷം കഴിഞ്ഞാൽ ആ 10 ലക്ഷം കഴിഞ്ഞ് വരുന്ന എമൗണ്ട് എന്താണ് 115 BB DA പ്രകാരം 10% ടാക്സ് പ്ലസ് സർചാർജ് ഉണ്ടെങ്കിൽ അത് പ്ലസ് 4%. 2 subsection 22 ക്ലോസ് ഈ പ്രകാരമുള്ള എന്താണ് ഫുള്ളി ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ സോ ആരെയാണ് പിടിക്കുന്നത് കമ്പനിക്കാണ് ഫുള്ളി ടാക്സ് വരുന്നത് ഇവിടെ എന്താണ് കിട്ടുന്ന ആൾക്ക് എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് സോ കമ്പനിക്ക് ടാക്സ് ചെയ്യുന്ന കാരണം കമ്പനി അത് നോക്കിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ കൊടുക്കത്തുള്ളൂ ഓക്കെ സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം പ്രോബ്ലം എ ലിമിറ്റ് a domestic company declared dividend of rupees 170 lakhs for the financial year
1819 and distribute the same on 10/7/2019. 10/7/2019. Mr. X holding 10% shares in A Limited received a dividend of rupees 17 lakhs. In July 2019, Mr. Y holding 5% shares in A Limited received dividend of rupees 8.5 lakh. Discuss the tax implication in the hands of Mr. X and Mr. Y, assuming that Mr. X and Y have not received a dividend from any other domestic company during the financial year. Okay, during the year. So ഇവിടെ എന്താണ് ആക്ച്വൽ ഡിവിഡൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവർക്ക് കിട്ടിയിരിക്കുന്ന എന്താണ് 10/7/2019 നമ്മുടെ അതായത് പ്രീവിയസ് ഇയർ 1920 നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ട് സെനാരിയോ ആണ്. കമ്പനി എത്ര കൊടുത്തിട്ടുണ്ട്? കമ്പനി rupees 170 lakh. ഓക്കെ, സോ അത് കമ്പനി മൊത്തത്തിലുള്ളതാണ്. സോ ഇതിൽ നിന്ന് നമ്മുടെ പ്രീവിയസ് ഇയറിൽ മിസ്റ്റർ എക്സിന് എത്രയാണ് കിട്ടിയത്? മിസ്റ്റർ എക്സിന് ഹോൾഡിംഗ് 10% റിസീവ്സ് എ ഡിവിഡൻഡ്. ഓക്കെ, സോ 10% ഹോൾഡ് ചെയ്യുന്ന ആൾ ഡിവിഡൻഡ് റിസീവ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 17 lakhs. ഓക്കെ, ദെൻ മിസ്റ്റർ വൈക്ക് എത്ര കിട്ടിയിരിക്കുന്നു? 5% ഷെയർ. സോ ഇതെല്ലാം എന്താണ്? ആക്ച്വൽ ഡിവിഡൻഡ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? 8.5 lakhs. 8.5 lakhs. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ സെനാരിയോ എടുക്കുകയാണെങ്കിൽ എന്താണ്? സോ വേറെ ഡിവിഡൻഡ് ഒന്നുമില്ല അല്ലെങ്കിൽ വേറെ ഇൻകം ഒന്നും ഇല്ല എന്നുള്ള സെനാരിയോ. മിസ്റ്റർ എക്സിന്റെ കേസിൽ എന്താണ്? അപ് ടു 10 lakh. 10/34 പ്രകാരം fully exempted. Okay, then remaining 7 lakhs. എന്ത് ചെയ്യും? 7 lakhs under section 115 BBDA വെച്ചിട്ട് 115 BBDA എത്രയാണ്? ഇത്ര 10% ടാക്സ് ചെയ്യും പ്ലസ് ഒരു 4% സെസ്. ഓക്കെ, 10% പ്ലസ് ഒരു 4% സെസ് ചെയ്യും. ഓക്കെ, സോ 7 lakhന്റെ പുറത്ത് 10% 70,000, ദെൻ 2800 വരും. 4% കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 72,800 ആയിരിക്കും മിസ്റ്റർ എക്സിൻ്റെ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എക്സ്. ദെൻ മിസ്റ്റർ വൈയുടെ എടുക്കുകയാണെങ്കിലോ 10/34 പ്രകാരം മിസ്റ്റർ വൈ എൻ്റെ റിസീപ്റ്റ് വുഡ് ബി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ ഫുള്ളി എക്സംപ്റ്റഡ്. ഫുള്ളി എക്സംപ്റ്റഡ്. സോ എന്താണ്? അപ് ടു 110 lakh അല്ലേ? ഇവിടെ എത്രയാണ്? 8.5. നമ്മൾ കമ്പനി മൊത്തത്തിൽ കൊടുത്തതാണ് 170 lakhs. അല്ലാണ്ട് എക്സിന് വൈക്കും കൂടെ കൊടുത്തതല്ല. ശ്രദ്ധിച്ചു വേണം. ഉണ്ടോ? ഒരു വലിയൊരു ഫിഗർ വന്നിരിക്കുന്നു, അതിൽ പോയി വീടരുത്. എക്സിന് കിട്ടിയത് എത്രയാണ്? 17 lakh. സോ 10 ലക്ഷം കഴിച്ചിട്ട് 7 ലക്ഷത്തിൻ്റെ 10% പ്ലസ് 4%. ബിക്കോസ് 10 ലക്ഷം വരെ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് എന്താണ്? സർചാർജ് ആപ്ലിക്കബിൾ അല്ല. 50 lakh ഒക്കെ കഴിയണം. ദെൻ 8.5 lakh വരെ സെക്കൻഡ് മിസ്റ്റർ വൈയുടെ കേസാണെങ്കിലും എന്താണ്? 8.5 lakh വരെ. ദാറ്റ് മീൻസ് 10 lakh വരെ എക്സംപ്റ്റഡ് ആണ്. 8.5 lakh ഉള്ളൂ ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ. സോ ശ്രദ്ധിക്കാം. 56 subsection 2 clause 1B casual income. Okay, so എന്താണ് ഈ casual income means? Casual income means income in the nature of winning from lottery, crossword puzzle, race including horse race, card games or other games of any sort, betting, gambling. That means എന്താണ്? റെക്കറിംഗ് ആയിട്ടല്ല, നമുക്ക് ഇതേപോലെ വൺ ടൈം ക്യാഷ്വൽ. ഇപ്പം ലോട്ടറി അടിക്കുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അതിനെക്കുള്ള എന്നാണ് ക്യാഷ്വൽ ഇൻകം. സോ ക്യാഷ്വൽ ഇൻകം നമ്മൾ എവിടെയാണ്? 56 subsection 2 clause 1B പ്രകാരം ക്യാഷ്വൽ ഇൻകം. ക്യാഷ്വൽ ഇൻകം ഒരു ഹെഡിലും അല്ല. ക്യാഷ്വൽ ഇൻകം സാലറിയിൽ വരത്തില്ല, ഹൗസ് പ്രോപ്പർട്ടിയിൽ വരത്തില്ല, ബിസിനസ്സിൽ വരത്തില്ല, ക്യാപിറ്റൽ ഗെയിൻ വരത്തില്ല. ക്യാഷ്വൽ ഇൻകം കൊണ്ട് എന്താണ്? 52 clause 1B പ്രകാരം എവിടെയാണ് വരുന്നത്? ക്യാഷ്വൽ ഇൻകം IFOസിലാണ് വരുന്നത്. സോ സെക്ഷൻ 115BB വെച്ചിട്ട് എന്താണ്? ഫ്ലാറ്റ് 30% എന്താണ്? ടാക്സ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ലോട്ടറി അടിച്ചറിയാം. നമുക്ക് 30% പ്ലസ് ആ ഒരു സെസ് കൂടെ ഒക്കെ കഴിച്ചിട്ടേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സർചാർജ് ഉണ്ടെങ്കിൽ എല്ലാം കഴിച്ചിട്ട് ഇൻഡക്റ്റ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ളതാണ് നമുക്ക് TDS പിടിച്ചിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇതിനകത്ത് ശ്രദ്ധിക്കുക, നോ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ. ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടില്ല. ഒരു ലോസോ അല്ലെങ്കിൽ ഒരു ഗെയിനോ ഒരു ലോസോ അല്ലെങ്കിൽ ഒന്നും ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈവൻ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സം. ദാറ്റ് മീൻസ് കിട്ടിയാൽ വേറെ ഒരു ഇൻകോ ഇല്ലാത്ത ഒരാളാണെങ്കിലും ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഒരു 50 ലക്ഷം ലോട്ടറി അടിച്ചാൽ എന്താണ്? 50 ലക്ഷത്തിൻ്റെ പുറത്ത് എത്ര പിടിക്കും? 30% ഫ്ലാറ്റ് ടാക്സ് പിടിക്കുക. അല്ലാണ്ട് 2,50,000 അല്ലെങ്കിൽ ചാപ്റ്റർ 6A LIC ഉള്ള ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. കിട്ടിയിട്ടുണ്ടോ? അതെന്താണ്?
കാഷ്വൽ ഇൻകം എല്ലാം ഈ പറഞ്ഞ കാഷ്വൽ ഇൻകം എല്ലാം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഫ്ലാറ്റ് 30% ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യും. ഓക്കെ, ദെൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7b ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. സോ ആ ഒരു കേസ് നോക്കാം. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഒന്ന് ശ്രദ്ധിക്കുക. സോ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന കേസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഇഷ്യൂസ്. ക്ലോസ്ലി ഹെൽഡ് കമ്പനി മീൻസ് ഷെയർസ് any resident shareholder on premium and consideration received in excess of fair market value shall be taxable in the hands of the company under IFOS. Income issue price minus FMB. Okay, very very important. എന്താണിത്? ക്ലോസ്ലി ഹെൽഡ് കമ്പനി. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആ പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7b ക്ലോസ്ലി held company. Closely held company means okay, exam point of view question ആയിരിക്കും private limited company. Private company, closely held company means ഒരു private company എന്ത് ചെയ്യുന്നു? Private company shares issue ചെയ്യുന്നു at a premium. Shares issued at a premium and okay, consideration received in excess of okay, so and consideration എന്ന് പറയുന്നത് എന്തായിരിക്കണം? FMV അല്ലേ ഇഷ്യൂഡ് പ്രീമിയം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും. കൺസിഡറേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഫെയർ മാർക്കറ്റ് വാല്യൂ. ദെൻ ആ കമ്പനിക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എന്താണ്? IFOS ഇൻകം ഉണ്ടാകും. ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇഷ്യൂ പ്രൈസ്, ഇഷ്യൂ ചെയ്ത പ്രൈസ് മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി വരാവുന്നതാണ്. ഇത് രണ്ടു മൂന്ന് എക്സാമ്പിൾ നോക്കാം. ഒരു കമ്പനി ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. സോ ഒരു ഇങ്ങനെ കമ്പനി ഫേസ് വാല്യൂ, ഫെയർ മാർക്കറ്റ് വാല്യൂ, ഇഷ്യൂ പ്രൈസ്. ഓക്കെ, ദെൻ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7bയുടെ ആപ്ലിക്കബിലിറ്റി. ഓക്കെ, സോ ഫസ്റ്റ് ഒരു കമ്പനി എടുക്കുന്നത് എ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, സോ ഫേസ് വാല്യൂ 100, ഫെയർ മാർക്കറ്റ് വാല്യൂ 120, ഇഷ്യൂ പ്രൈസ് 130. ഓക്കെ, സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഫേസ് വാല്യൂ എത്രയാണ്? 100, ഇഷ്യൂ ചെയ്ത് എത്രയാണ്? 130. ദാറ്റ് മീൻസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ദെൻ എന്താണ്? കൺസിഡറേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഫെയർ മാർക്കറ്റ് വാല്യൂ. ദെൻ 56 ആപ്ലിക്കബിൾ ആണ്. സോ ഇൻകം അണ്ടർ ദാറ്റ് IFOS എന്തൊരു IFOSിൽ ചാർജ് എന്തായിരിക്കും വരുന്നത്? ഇഷ്യൂ പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ അല്ല ഫെയർ മാർക്കറ്റ് വാല്യൂ ഈക്വൽ ടു ₹10 പെർ ഒരു ഷെയറിൻ്റെ പുറത്ത് 10 രൂപയായിരിക്കും വേണ്ടിവരുന്നത്. ഇൻകം മദർ സോഴ്സ് ആർക്ക് വരും? ഇത് ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്ക്. ഓക്കെ, ദെൻ ബി പ്രൈവറ്റ് ലിമിറ്റഡ്, ഫേസ് വാല്യൂ 100, ഫെയർ മാർക്കറ്റ് വാല്യൂ 120, ഇത് 110. ഓക്കെ, സോ ഇവിടെ ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 100ൻ്റെ ഫേസ് വാല്യൂ ആയിരുന്നു. എത്രയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 110 ആണ്, പ്രീമിയത്തിലാണ്. ബട്ട് കൺസിഡറേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കുറവാണ്. സോ ദെർഫോർ എന്താണ്? സെക്ഷൻ ഇത് പ്രകാരം എന്താണ്? നോട്ട് ചാർജബിൾ. ഓക്കെ, സോ IFOSിൽ എന്ത് വരും? IFOSിൽ നെഗറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. IFOSിൽ എന്തായിരിക്കും? നില്ല് വരും. ദാറ്റ് മീൻസ് 120 മൈനസ് 110 മൈനസ് 120 മൈനസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. ഫെയർ മാർക്കറ്റ് വാല്യൂ ഇഷ്യൂ പ്രൈസിനെക്കാട്ടിലും കുറവായതുകൊണ്ട് എന്താണ്? ടാക്സബിലിറ്റി ഉണ്ടാകില്ല IFOSിൽ. ഓക്കെ, ദെൻ ഒരു സി പ്രൈവറ്റ് ലിമിറ്റഡ് 100, then 90, 98. Okay, so ഇവിടെ നോക്കിയാൽ ഫേസ് വാല്യൂ എത്രയാണ്? 100 ആണ്, ഇഷ്യൂ പ്രൈസ് 98. ദാറ്റ് മീൻസ് എന്താണ്? ഇഷ്യൂ ഇവിടെ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ്. ബട്ട് എന്താണ്? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, പ്രീമിയത്തിലല്ല, ഡിസ്കൗണ്ടിലാണ്. ദെർഫോർ നമുക്ക് അട്രാക്ട് ചെയ്യില്ല. ഡിസ്കൗണ്ട് ദെർഫോർ ഇഷ്യൂ പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7b പ്രകാരമുള്ള IFOSിലെ ഇൻകം അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, ദെൻ D private limited 100, 90, 110. സോ ഇവിടെ ഫേസ് വാല്യൂ എത്രയാണ്? 100 ആണ്, ഇഷ്യൂ പ്രൈസ് 110 ആണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 90 ആണ്. 90 അല്ലേ കൺസിഡറേഷൻ റിസീപ്റ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, 110 മൈനസ് 90 ₹20. എപ്പോഴും ശ്രദ്ധിക്കണോ? ഇതിൽ നിന്ന് 100ൽ നിന്ന് 110ൽ നിന്ന് 100 കുറയ്ക്കരുത്. എത്രയാണോ
നമ്മൾ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ ഇഷ്യൂ പ്രൈസ് മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആ പറയുന്ന എഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ടാക്സ് അല്ലേ. സോറി എഗെയിൻസ്റ്റ് ആയിട്ട് ഏത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഇൻകം. ദെൻ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ഓക്കെ, സോ കോമ്പൻസേഷനോ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ അല്ല ഇവിടെ പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ compensation or enhanced compensation. Okay, compensation or enhanced compensation. Okay, so നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് എല്ലാം നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ deemed to be income of the year in which receipt അല്ലേ. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ നേരത്തെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചത് സെക്ഷൻ 145 സബ്സെക്ഷൻ 1. അപ്പോൾ ഈ അസസ് അക്രൂവൽ ബേസിസിലാണ്. ദാറ്റ് മീൻസ് എനിക്ക് എന്നോ കിട്ടേണ്ടതായിരുന്നു എന്ത്, ഈ കോമ്പൻസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് കിട്ടിയത് എന്നാണ് നമ്മുടെ ഈ പ്രീവിയസ് ഇയറിലാണ് കിട്ടിയത്. സോ ഞാനൊരു ഡബിൾ എൻട്രി സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ അന്ന് അക്കൗണ്ട് ചെയ്യേണ്ടായിരുന്നു. ബട്ട് അതിനെ ബ്രേക്ക് ചെയ്താണ് എന്ത് പറയുന്നത്, സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പറയുന്നത്. സോ എന്നാണോ ഇൻട്രസ്റ്റ് കോമ്പൻസേഷൻ അഗെയിൻസ്റ്റോ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ എന്നാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത്, ആ പ്രീവിയസ് ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയറിൽ എവിടെ ടാക്സ് ചെയ്യും, IFOസിൽ ടാക്സ് ചെയ്യും. സോ ഇത് പണ്ട് കിട്ടേണ്ടതായിരുന്നല്ലോ, എല്ലാം കൂടെ ഒരുമിച്ച് ടാക്സ് ചെയ്യുന്നത് എന്താണ്, സെക്ഷൻ 57 അല്ലേ. സെക്ഷൻ 57 പ്രകാരം എത്രയാണോ കിട്ടിയത് അതിൻ്റെ 50% എന്തായിട്ട് എടുത്തോ, ഡിഡക്ഷനായിട്ട് എടുത്തോ. എത്രയാണോ കിട്ടിയത് അതിൻ്റെ 50%, 50% ഓഫ് സച്ച് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ എത്രയാണോ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയത് അതിൻ്റെ പകുതി നിങ്ങൾ ഡിഡക്ഷനായിട്ട് എടുത്തോ, ബാക്കി പകുതി എന്ത് ചെയ്യണം, അതർ സോഴ്സിൽ ടാക്സ് ചെയ്യണം. Then next, advance money received and forfeited, 56 subsection 2 clause 9. 56 subsection 2 clause 9. Okay. Advance money received and forfeited before, okay, before 1/4/2014 ആണെങ്കിൽ forfeited amount reduced from cost of acquisition while computing capital gain before indexation. Okay, so ഇത് advance money received and forfeited before 1/4/2014 ആണെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ ഗെയിനിലാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് കണ്ടുപിടിക്കുമ്പോഴാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014. ഓക്കെ, 1/4/2014 അന്നോ അല്ലെങ്കിൽ അതിന് ഓൺ ഓർ ആഫ്റ്റർ ഓക്കെ ആണെങ്കിൽ എന്ത് വരും, ഇവിടെ അട്രാക്റ്റീവ് എമൗണ്ട് ഫോർഫീറ്റഡ്. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ഫോർഫീറ്റഡ് മാത്രം മതി. ഫോർഫീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFOS. ഓക്കെ, സോ 1/4/2014 അന്നോ അതിനുശേഷമാണ് ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആണെങ്കിൽ എന്താണ്, റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ 1/4/2014. ദെൻ ക്യാപിറ്റൽ ഗെയിനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. 1/4/2014 അന്നോ അതിനുശേഷമാണ് ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫോർഫീറ്റ് ചെയ്യുന്ന എമൗണ്ട് ഏത് പ്രീവിയസ് ഇയറിലാണോ ആ പ്രീവിയസ് ഇയറിൽ എന്തിൽ ടാക്സ് ചെയ്യും, നമുക്ക് IFOSൽ ടാക്സ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10. വെരി ഇമ്പോർട്ടൻറ്റ്. എനി സം ഓഫ് മണി ഓർ വാല്യൂ, ദാറ്റ് മീൻസ് നമ്മൾ ഇതിന് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഗിഫ്റ്റ് എന്ന രീതിയിൽ പറയാം, ഗിഫ്റ്റ്. ഓക്കെ, സോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്താണ് ഗിഫ്റ്റ് കിട്ടുകയാണ്, നമുക്ക് ഗിഫ്റ്റ് കിട്ടുകയാണ് അസസിക്ക്. ഒന്നുകിൽ ഇപ്പോൾ 2-3 സെനാരിയാണ് ഇതിനകത്തുള്ളത്. ഒന്നുകിൽ എന്താകാം, ഒരു ക്യാഷ് ഗിഫ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്, പ്രോപ്പർട്ടി ആകാം ഗിഫ്റ്റ് കിട്ടുന്നത്. സോ നോക്കാം, പ്രോപ്പർട്ടി. ദെൻ മൂവബിൾ ആകാം, ആ പ്രോപ്പർട്ടി മൂവബിൾ ആകാം, പ്രോപ്പർട്ടി മൂവബിൾ ആകാം, മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകാം. ഓക്കെ, മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ, സോ ശ്രദ്ധിക്കുക, നമുക്ക് ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ, മണി അല്ലെങ്കിൽ ക്യാഷ് ആണ് കിട്ടുന്നതെങ്കിൽ ദെൻ എന്തായിരിക്കണം, വിത്തൗട്ട് കൺസിഡർ, ദാറ്റ് മീൻസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ക്യാഷ് വിത്തൗട്ട് കൺസിഡറേഷൻ, ക്യാഷ് വിത്തൗട്ട് കൺസിഡറേഷൻ. സോ നമുക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന അഗ്രിഗേറ്റ് ക്യാഷ് ഗിഫ്റ്റ് ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 then only taxable. Okay, ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് aggregate of money received up to 50,000 not taxable. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, up to 50,000 not taxable, if it exceeds fully taxable അല്ലേ. സോ 51,000 രൂപ എനിക്ക് ക്യാഷ് ഗിഫ്റ്റ് കിട്ടി, അതിനകത്ത് 1000 രൂപ ടാക്സബിൾ എന്നല്ല, എൻറ്റയർ എമൗണ്ട്
So up to 50,000 not taxable. Okay, 50,000 കഴിഞ്ഞാൽ 1 രൂപ കൂടിയാൽ എന്താണ് entire 50,000 അല്ലെങ്കിൽ 51,000 ആണെങ്കിൽ entire 50,000 exceeds then entire amount will be taxed under IFRS. Okay, then ഇവിടെ ശ്രദ്ധിക്കുക property. Okay, so property എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. A capital asset, namely movable property being land or building or both, shares and securities, jewelry, archaeological collection, drawings, paintings, sculptures, any work of art, bullion. Okay, that means ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇതെല്ലാം ഇതിനകത്തൊരു പ്രോപ്പർട്ടിയിൽ വരും അല്ലേ. സോ ഇതിനകത്ത് ഇമ്മൂവബിൾ ആണെങ്കിൽ എന്താണ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് മൂവബിൾ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ 2 സബ്സെക്ഷൻ 14 പറയുന്ന പറയുന്ന ക്യാപിറ്റൽ അസറ്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ഇത് മാത്രമാണ് പ്രോപ്പർട്ടി. വേറെ എന്തെങ്കിലും കിട്ടിയാൽ ഇവിടെ വരില്ല. വേറെ ഏതെങ്കിലും മൂവബിൾ ആയിട്ടുള്ള സെറ്റ് കിട്ടിയാൽ ഇറ്റ് വിൽ നോട്ട് ബി ടാക്സ്ഡ് അണ്ടർ IFRS. ഓക്കെ, മൂവബിൾ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ വിത്തൗട്ട് കൺസിഡറേഷൻ, okay, then where it's inadequate consideration, inadequate consideration ലാണ്. So without consideration that means asset full free ആയിട്ട് ആണെങ്കിൽ so consideration free of gift ആയിട്ട് entire. So with if aggregate FMV, that means ഒരു asset ആണ് കിട്ടുന്നത്, aggregate ആണ് കിട്ടുന്നതിന്റെ aggregate. So ആ previous year കിട്ടുന്നതിന്റെ aggregate അല്ല without consideration കിട്ടിയ assetന്റെ എല്ലാം കൂടെ aggregate up to 50,000 ആണെങ്കിൽ not taxable. Okay, aggregate. Okay, aggregate എന്താണ് without consideration കിട്ടിയ പ്രോപ്പർട്ടിയുടെ എല്ലാം aggregate up to 50,000 not taxable. If it exceeds 50,000, full amount taxable. Full amount will be taxable. So inadequate consideration, that means ഇപ്പോൾ നമുക്ക് inadequate consideration means എന്താണ് 50,000 രൂപ വെച്ചാൽ നമുക്ക് 20,000 രൂപ കിട്ടുക. Okay, അതിനെയാണ് നമുക്ക് എന്താണ് inadequate consideration. If aggregate difference, so that means എനിക്ക് കുറേ പ്രോപ്പർട്ടീസ് പ്രീവിയസ് ഇയറിൽ inadequate consideration കിട്ടി. സോ അതിൻ്റെ എല്ലാം ഡിഫറൻസിൻ്റെ aggregate, that means actual the other fair market value less actual fair market value minus consideration received, അത് എല്ലാം കൂടെ ചേർത്ത് aggregate ആ ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് നമുക്ക് അസറ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ മൈനസ് ആക്ച്വൽ കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ അഗ്രിഗേറ്റ് ഒരുപാട് ഏതൊക്കെയാണോ നമുക്ക് പ്രീവിയസ് ഇയർ ഇന്നാഡിക്വറ്റ് കൺസിഡറേഷൻ കിട്ടിയത് അതിൻ്റെ എല്ലാം കൂടെ അഗ്രിഗേറ്റ് അപ് ടു 50,000 നോട്ട് ടാക്സബിൾ. ഓക്കെ, അപ് ടു ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 ഫുള്ളി ടാക്സബിൾ. ഓക്കെ, ദെൻ രണ്ട് സിനാരിയോ ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും എങ്ങനെ വരാം? വിത്തൗട്ട് കൺസിഡറേഷൻ വരാം. പിന്നെ ഒരു സിനാരിയോ എന്താണ്? ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ വരാം. ഓക്കെ, സോ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് പെർ പ്രോപ്പർട്ടി? ഇവിടെ ഒരു അഗ്രിഗേറ്റ് എന്നുള്ള ഒരു ഇതില്ല. എന്താ ഇവിടെ ക്യാഷിനകത്ത് അഗ്രിഗേറ്റ് ആയിരുന്നു. ഇവിടെ പ്രോപ്പർട്ടിക്കകത്ത് മൂവബിളിനകത്ത് അഗ്രിഗേറ്റ് ആണ്. ഇവിടെ എന്താണ്? പെർ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ പെർ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടിയുടെ പുറത്ത് നമുക്ക് എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എക്സീഡ്സ് 50,000. ഇവിടെ വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ എന്തുമായിട്ട് നോക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണോ അത് 50,000 കൂടുതലാണെങ്കിൽ അപ് ടു 50,000 ആണെങ്കിൽ ടാക്സ് ചെയ്യത്തില്ല. 50,000 കൂടുതലാണെങ്കിൽ എൻറ്റയർ എമൗണ്ട് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ, ദെൻ ഇവിടെ അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് ഇയർ മുമ്പ് അമൻമെന്റാണ്. ദ പ്രോപ്പർട്ടി ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ ഓക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് മീൻസ് എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൈനസ് ആക്ച്വൽ കൺസിഡറേഷൻ. ഓക്കെ, ആക്ച്വൽ കൺസിഡറേഷൻ ഇഫ് സച്ച് എ ഡിഫറൻസ്. ഓക്കെ, ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എക്സീഡ്സ് 50,000 or 5% of consideration. ഇതില് ഹയർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൈനസ് ആക്ച്വൽ കൺസിഡറേഷൻ, ദാറ്റ് മീൻസ് ഓരോ പ്രോപ്പർട്ടിയും അഗ്രിഗേറ്റ് അല്ല. ആ ഡിഫറൻസ് 50,000 അല്ലെങ്കിൽ 5% കൺസിഡറേഷൻ 5%, ഇതിൽ ഏതാണോ ഹയർ അതിനെ എക്സീഡ് ചെയ്താൽ ഓക്കെ ഡിഫറൻസ് എക്സീഡ്സ്. ഓക്കെ, ഇത് രണ്ടിൽ 50,000 ആണോ 5% ഓഫ് കൺസിഡറേഷൻ, ഇതിൽ ഹയർ ഏതാണോ അതിനെ എക്സീഡ് ചെയ്താൽ ദെൻ എന്ത് വരും? എൻറ്റയർ എമൗണ്ട് ആ ഡിഫറൻസ് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ, ഡിഫറൻസ് എക്സീഡ്സ്. ഇവിടെ എന്താണ് പെർ പ്രോപ്പർട്ടിയാണ്
നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഡിഫറൻസ്. ദാറ്റ് മീൻസ് എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൈനസ് ആക്ച്വൽ കൺസിഡറേഷൻ exceeds higher of, so എത്രയാണ്? 50,000 or 5% of consideration. ഓക്കെ, അതിനകത്ത് ഇതിലേതാണോ ഹയർ അതിനെക്കാട്ടിലും കൂടുതലാണ് ഡിഫറൻസ് എങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ, ഇവിടെ ടാക്സ് ചെയ്യും IFOSൽ. സോ ഗിഫ്റ്റ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഗിഫ്റ്റ് അഗ്രിഗേറ്റ് 50,000 വരെ ഇല്ല, 50,000 എക്സീഡ് ചെയ്താൽ. പ്രോപ്പർട്ടി, സോ പ്രോപ്പർട്ടി ഏതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? മൂവബിൾ ആണെന്നുള്ള ഏതൊക്കെ ആകാം? മൂവബിൾ ആണെങ്കിൽ ഏതൊക്കെ? മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ വിത്തൗട്ട് കൺസിഡറേഷൻ, ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. ശ്രദ്ധിച്ചോണം, വിത്തൗട്ട് കൺസിഡറേഷൻ ഒരു സെനാരിയോ, ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ വേറൊരു സെനാരിയോ. വിത്തൗട്ട് കൺസിഡറേഷനിൽ അഗ്രിഗേറ്റ്, വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടിയ പ്രോപ്പർട്ടി എല്ലാം കൂടെ അഗ്രിഗേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ 50,000 മുകളിൽ, 50,000 വരെ ആണെങ്കിൽ ടാക്സ് ഇല്ല, 50,000 മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? IFOSൽ ടാക്സ് ചെയ്യും. ഓക്കെ, ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിലും ഇതേപോലെ ഡിഫറൻസ് ഫെയർ മാർക്കറ്റ് വാല്യൂം കൺസിഡർ നമ്മൾ ഡിഫറൻസ് അഗ്രിഗേറ്റ് 50,000 വരെ ടാക്സ് ഇല്ല. ഇഫ് ഇറ്റ് എക്സീഡ് 50,000 then ടാക്സ്. ദെൻ മോർ പ്രോപ്പർട്ടി എന്താണ്? അഗ്രിഗേഷൻ ഇല്ല, പെർ പ്രോപ്പർട്ടിയാണ് വിത്തൗട്ട് കൺസിഡറേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എക്സീഡ് 50,000 എക്സീഡ് ചെയ്താൽ ടാക്സ് ചെയ്യും. സോ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ ഡിഫറൻസ് എങ്ങനെയാണ്? ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൈനസ് കൺസിഡറേഷൻ. ആ കിട്ടുന്ന ഡിഫറൻസ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന രണ്ടിൽ ഏതാണോ ഹയർ അതിനെക്കാട്ടിലും കൂടുതലാണ്. ദാറ്റ് മീൻസ് 50,000 or 5% ഓഫ് കൺസിഡറേഷൻ ഇതിൽ ഹയർ ഏതാണോ അതിനെ എക്സീഡ് ചെയ്യാണ് ഡിഫറൻസ് എങ്കിൽ ഇവിടെ നമ്മൾ IFOSൽ ടാക്സ് ചെയ്യും. ഓക്കെ, ദെൻ നോൺ ആപ്ലിക്കബിലിറ്റി. ദാറ്റ് മീൻസ് ഈ ഗിഫ്റ്റിന്റെ നോൺ ആപ്ലിക്കബിലിറ്റി പറയുന്ന കേസാണ്. സം ഓഫ് മണി റിസീവ്ഡ്, വാല്യൂ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം എ റിലേറ്റീവിന്റെ ആണെങ്കിൽ ടാക്സ് ചെയ്യത്തില്ല. ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ഇൻഡിവിജ്വൽ under a will or by way of inheritance in contemplation with the death of the pair. So local authority from any fund or foundation or university or other education institution, then from any trust state under section charitable trust ആണ് section 12AA. So that means നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് റിലേറ്റീവിൻ്റെ കിട്ടുന്ന ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ദെൻ നമുക്കിതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സോ റിലേറ്റീവ് in case of individual, spouse of individual, brother or sister of the individual, brother or sister or spouse of the individual, brother or brothers or sisters of either parents of the individual. Okay, individual ന്റെ മാത്രമാണ്. ഇനി lineal ascendant or descendant of the individual or spouse of രണ്ടുപേരുടെയും വരാം. ഇവിടെ ഒരു വേർഡ് വിട്ടുപോയിട്ടുണ്ട്. lineal ascendant of the individual or spouse of the individual, spouse of any of the person referred above. Okay, in case of HUF, any member of HUF. Okay, so that means individual ന്റെ കേസ് ആണെങ്കിൽ spouse, that means ഒരു മെയിൽ ആണെങ്കിൽ എന്താ പറയുക, വൈഫ് വരാം, ആ ഇൻഡിവിജ്വലിൻ്റെ ബ്രദറും സിസ്റ്ററും ആകാം, വൈഫിൻ്റെ ബ്രദറും സിസ്റ്ററും ആകാം, ഇൻഡിവിജ്വലിൻ്റെ പാരൻസിൻ്റെ, ഇൻഡിവിജ്വലിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സിസ്റ്റേഴ്സ് ആകാം. ബട്ട് സ്പൗസിൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും എന്താകാം? റിലേറ്റീവ്. ബട്ട് അവരുടെ ബ്രദറും സിസ്റ്ററും എന്തിൻ്റെ ഡെഫിനിഷന് വരുന്നില്ല? റിലേറ്റീവിൻ്റെ ഡെഫിനിഷന് വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഡിഡക്ഷൻ അലൗബിൾ അണ്ടർ സെക്ഷൻ 57. സോ ഇതിനകത്ത് നമ്മൾ പറയുന്നത്, ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ 50%. ദെൻ ഫാമിലി പെൻഷൻ്റെ കേസിലാണെങ്കിൽ സം ഈക്വൽ ടു 1/3 അല്ലെങ്കിൽ 1/3 അല്ലെങ്കിൽ 33 and 1/3% or 15,000 whichever is less. ഓക്കെ, നമുക്ക് ഇതെന്തായിട്ട് എടുക്കാം? എക്സംഷൻ ആയിട്ട്, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ലെറ്റിംഗ് ഓഫ് മെഷീനറി ആണ്. കറണ്ട് റിപ്പയർസ് ടു ദ മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ, ബിൽഡിംഗ് ഇൻഷുറൻസ് എക്സെട്ര. അതാണ് നമ്മുടെ എന്തെങ്കിലും ഫർണിച്ചർ വിത്തൗട്ട്, ബിൽഡിംഗ് ആണെങ്കിൽ പ്രീമിയം ഡിപ്രീസിയേഷൻ, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഒക്കെ നമുക്ക് എടുക്കാം. ദെൻ 115 പറയുന്നത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിൻ്റെ കേസാണ്. ഓക്കെ, ദെൻ ഇൻകം കൺസിസ്റ്റ് ഓഫ് റിക്കവറി ഫ്രം എംപ്ലോയീസ് ആ കേസ് ആണെങ്കിൽ 36 സബ്സെക്ഷൻ 5യുടെ സെനാരിയോയിൽ നമ്മൾ ബിസിനസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഏരിയയിൽ വേണ്ടത് ഫാമിലി പെൻഷൻ്റെ കേസ്, നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ, ഈ രണ്ടുമാണ് നമ്മുടെ ഒരു മേജർ പോർഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, സോ നമ്മുടെ നോർമൽ സെനാരിയോ ആണ്, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ വരില്ല എന്നുള്ളത്. ഇനി ഇൻട്രസ്റ്റ് ചാർജബിൾ ടാക്സ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്നുള്ള കേസ്. പേയ്മെൻറ്റ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദ ഹെഡ് സാലറീസ് വരികയാണെങ്കിൽ ഇനി പേയ്മെൻറ്റ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദ ഹെഡ് സാലറി ഇഫ് ഇറ്റ് ഈസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ അൺലെസ് ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. സോ 10,000ൻ്റെ കേസിൽ നമ്മൾ PGUP ഡിസ്കസ് ചെയ്യുന്നത് 10,000 മുകളിലാണെങ്കിൽ കിട്ടില്ല എന്ന് പറയുന്നത്.
then allowed in connection with income by way of earning from lotteries. Okay, lottery എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ ലോട്ടറി എത്ര അടിച്ചു 50 ലക്ഷം അടിച്ചു ലോട്ടറി എടുക്കാണ്ട് 20 രൂപ ചിലവായി ദാറ്റ് മീൻസ് അങ്ങനെയുള്ള കേസില്ല സോ ഫ്ലാറ്റ് 30% ഡിഡക്ഷൻ മാത്രമേ എന്ത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ടാക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഒരു ഡിഡക്ഷനും ഈ പറഞ്ഞ കാഷ്വൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യായിരുന്നു കാഷ്വൽ ഇൻകത്തിന് ഒരു ഡിഡക്ഷനും കിട്ടില്ല ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ ഏരിയ provisions വരുന്നത് then ബാക്കി റിമൈനിങ് പ്രോബ്ലംസ് നോക്കാം Mr. X a dealer in share receives following without consideration during the previous year so cash gift bullion fair market value 60000 then a plot of land at Varida first July the stamp duty value 5 lakh date of Mr. B purchased land in April 2019 okay Mr. A purchased from his friend Mr. C, who is also a dealer in shares, 10,000 shares of X Limited at 4,000 each on 19th fair market value, which is 600. On that date, Mr. A sold these shares in the course of his business on 23rd June 2019. Further, on 1st November 2019, Mr. A took the possession of property of building booked by him 2 years back for 20 lakhs. The stamp duty value for the property as on 1st November 2019 was 32 lakhs. On the date of booking 23 lakhs, he paid rupees 1 lakh. Okay. On account pay check on the payment of date booking, so and so. Compute Mr. A chargeable on the head income from other source. Okay. So, നമ്മൾ ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ തൽക്കാലം ചെയ്യുന്നില്ല. Okay. നമ്മൾ എന്തുമാത്രം ചെയ്യുന്നു ഇൻകം ഫ്രം അതർ സോഴ്സ് മാത്രം കമ്പ്യൂട്ട് ചെയ്യുന്നു ഓക്കെ സോ ഇൻകം ഫ്രം അതർ സോഴ്സ് ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് പിന്നീട് നമുക്ക് വേറെ പ്രോബ്ലത്തിൽ ചെയ്യാം സോ ക്യാപിറ്റൽ ഗെയിൻ എടുക്കുന്നില്ല കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഓക്കെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഓക്കെ അസസ്മെന്റ് ഇയർ 2021 പ്രീവിയസ് ഇയർ 1920 അസസ്മെന്റ് ഇയർ 2021 സോ ഫസ്റ്റ് എന്താണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റിൻ്റെ സെനാരിയോ ആണുള്ളത് ഗിഫ്റ്റ് ക്യാഷ് ഗിഫ്റ്റ് എത്രയുണ്ട് ക്യാഷ് ഗിഫ്റ്റ് അഗ്രിഗേറ്റ് 75,000 സോ കിട്ടിയിരിക്കുന്നത് ആനിവേഴ്സറിക്കാണ് മാരേജിനല്ല സോ 50,000 എക്സീഡ് ചെയ്താൽ എൻറ്റയർ 75,000 വിൽ ബി ടാക്സ്ഡ് ഓക്കെ എൻറ്റയർ 75,000 വിൽ ബി ടാക്സ്ഡ് ദെൻ ബുള്ളിയൻ സെക്കൻഡ് സെനാരിയോ അല്ലേ ഗിഫ്റ്റ് കിട്ടിയ ബുള്ളിയൻ്റെ കേസിൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത് 60,000 ഫെയർ മാർക്കറ്റ് വാല്യൂ 50,000 എക്സീഡ് ചെയ്യുന്നുണ്ട് സോ എൻറ്റയർ വിൽ ബി ടാക്സബിൾ then a plot of land at Varida 1st July 2000 stamp duty value 5 lakh okay so then third one plot of land എങ്ങനെ ഇട്ടിരിക്കുന്നു ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നു അതിൻ്റെ എത്രയാണ് 5 lakhs okay ലാൻഡ് എന്താണ് വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടിയതാണ് ഇതെല്ലാം സോ ലാൻഡിന് 50,000 ആണ് പെർ ലാൻഡ് then Mr. A purchased from Mr. C, who is also dealer in shares of X Limited so and so market value and shares sold the course of business so that means ബിസിനസ്സിൻ്റെ ഇതിലാണ് ഷെയർസ് സെയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വരില്ല നമ്മുടെ EFOSൽ വരില്ല then നോക്കാം further on 1st November 2019 Mr. took a possession of property building booked by him 2 years ago 20 lakh the stamp duty value as per 1st November 2019 was 32 lakhs on the date of booking 23 lakhs okay and he paid rupees 1 lakh on account by check as down payment on date of booking 1st March 2000 okay on 1st March he sold the plot of land okay സെയിൽ നടത്തിയത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് ആ പ്ലോട്ട് ആ ഒരു ഫോർത്ത് സെനാരിയോയിൽ എന്താണ് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ എന്താണ് ഒരു ബിൽഡിംഗ് കിട്ടി നമുക്ക് അതിൻ്റെ ഒന്ന് കമ്പ്യൂട്ടേഷൻ നോക്കാം സോ തന്നിരിക്കുന്ന മിസ്റ്റർ പൊസഷൻ ഓഫ് ബുക്ക്ഡ് ബൈ 2 years back 20 lakh the stamp duty value as on 1st November 2019 23 and date of booking okay booking dateil 23 lakhs ആയിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അന്ന് തന്നെ എന്ത് കൊടുത്തു അഡ്വാൻസ് കൊടുത്തു ചെക്കായിട്ടാണ് 1 lakh ഓക്കെ സോ എന്തായിരിക്കും എടുക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആസ് ഓൺ ബുക്കിംഗ് എടുക്കുന്നതായിരിക്കും നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ബിക്കോസ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന എനി മോഡ് അതർ ദാൻ ക്യാഷ് ആണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുന്നത് ബുക്കിംഗ് ഡേറ്റിൽ 23 lakh സോ എത്രയാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ബുക്ക് 20 lakhs ഓക്കെ 2 years back 20 lakhsന് പൊസഷൻ ബിൽഡിംഗ് സോ 23 lakh സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉള്ളത് കൺസിഡറേഷൻ എത്ര കൊടുത്തു കൺസിഡറേഷൻ 20 lakhs സോ ഡിഫറൻസ് എത്രയാണ്
3 lakhs. Okay. So നമ്മൾ എന്ത് നോക്കണം? ഈ പറയുന്ന 3 lakhs 50,000 or 5% into 20 lakhs. Okay. 20 lakhിന്റെ 5% എത്ര വരും? 20 lakhിന്റെ 5% എത്ര വരും? 1 lakh. Okay. So that means ഈ 3 lakh എന്ന് പറയുന്നത് ഇതിൽ രണ്ടിലെ ഹയർ ആയിട്ടുള്ള 1 lakhിനെക്കാട്ടിലും കൂടുതലാണ്. സോ എത്ര വരും? ഈ 3 lakhs, ഈ ഡിഫറൻസ് 3 lakhs will be taxed under IFOS. Okay. So എത്ര വരും? 5, 3, 8, then ഒരു 60, 75 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 9,35,000 will be the amount taxable under IFOS. Okay. Then next one, discuss the taxability or otherwise the following in the hands of receipt under section 56 subsection 10. Okay. HUF received rupees 75,000 in cash, niece of Agil, the daughter of Agil's sister. Agil's sister is Agil is the karta of the HUF. Okay. So ഇവിടെ നോക്കാം, sum received എത്രയാണ്? 75,000. That means exceeds 50,000. Okay. So ഇനി നമുക്ക് നോക്കണം, HUF ആയതുകൊണ്ട് any member എന്താവും? റിലേറ്റീവ് ആവും. ഓക്കെ. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇൻ ക്യാഷ് ഫ്രം ഹീസ് അഖിൽ, ഡോട്ടർ ഓഫ് അഖിൽസ് സിസ്റ്റർ. ഓക്കെ. അഖിലിൻ്റെ ഒരു HUF ഉണ്ട്. അഖിലിൻ്റെ സിസ്റ്റർ എന്താണ്? ഈ പറയുന്ന അഖിൽസ് HUFിൻ്റെ മെമ്പർ അല്ല. അഖിൽ സിസ്റ്റർ എന്താണ്? വേറെ കല്യാണം കഴിച്ചു കിട്ടി അഖിൽ സിസ്റ്ററിൻ്റെ ഡോട്ടർ ഓഫ് അഖിൽ സിസ്റ്റർ. ഓക്കെ എന്ന് പറയുന്നത് നോട്ട് എ മെമ്പർ ഓഫ് അഖിൽ HUF. therefore എന്ത് ചെയ്യും? ടാക്സബിൾ ആണ്. ഓക്കെ. സോ ഡോട്ടർ ഓഫ് അഖിൽ സിസ്റ്റർ, അഖിൽ ഇസ് ദ കർത്ത ഓഫ് ദ HUF. അഖിലിൻ്റെ HUFിൻ്റെ മെമ്പർ അല്ല. അഖിലിൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ചു ഡോട്ടറിൻ്റെ മക്കളെന്ന് പറയുന്നത് ആ HUFിൻ്റെ മെമ്പർ അല്ല. അതുകൊണ്ട് 50,000 മുകളിൽ വന്നതുകൊണ്ട് എന്താണ്? ടാക്സബിൾ. ഓക്കെ. ഇതെന്താണ്? ടാക്സബിൾ. ദെൻ നെക്സ്റ്റ് വൺ, a member of her father's HUF transferred house property to HUF without consideration. The stamp duty value of the house property 9 lakh. Okay. So ഇവിടെ എന്താണ് ടാക്സബിലിറ്റി? എന്താണ്? HUFിൻ്റെ എന്ന് പറഞ്ഞ മെമ്പർ ഓഫ് HUF ആണ്. സോ മെമ്പർ ട്രാൻസ്ഫർ ചെയ്താൽ ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 എക്സീഡ് ചെയ്താലും നോട്ട് ടാക്സബിൾ, ബിക്കോസ് ഇവിടെ വാല്യൂ വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. 9 lakh മീൻസ് 50,000 കൂടുതലുണ്ട്. ബട്ട് റിലേറ്റീവിൻ്റെ ഡെഫിനേഷനിൽ വരുന്ന ഒരു റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ടാക്സ് ചെയ്യത്തില്ല. ഓക്കെ. ദെൻ Sir K receives 100 shares of A Limited from his friend gift on the occasion of 25th marriage. So on the occasion of marriage ആണ്, anniversary occasion അല്ല. The fair market value as on date was 100 per share. He also received jewelry worth rupees 45,000 FMV from his nephew on the same date. Okay. So നമുക്ക് നോക്കാം, ഇവിടെ എന്താണ്? തേർഡ് സെനാരിയോയിൽ കിട്ടിയ എത്രയാണ്? 100 ഷെയർസ് 100 rupees. So എത്ര വരും? 10,000. ദെൻ വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടുന്നത് 100 ഷെയർസ് 100 rupeesന് 10,000. ദെൻ ജ്വല്ലറിയും ഇതിനകത്ത് വരുന്നതാണ്. വിത്തൗട്ട് കൺസിഡറേഷനിൽ വരുന്നതാണ്. എന്തിൻ്റെ ഡെഫിനേഷനിൽ വരുന്നതാണ്? പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. 45,000. സോ വിത്തൗട്ട് കൺസിഡറേഷനിലെ അഗ്രിഗേറ്റ് എത്ര വരുന്നുണ്ട്? 55,000 വരും അല്ലേ. സോ സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ എന്തൊരു 10,000 ആണ്, 45,000 ആണ്. ടാക്സബിലിറ്റി അല്ല നമ്മൾ എടുത്തുകൊണ്ടുണ്ട്. എന്താണ്? പ്രോപ്പർട്ടീസിൻ്റെ വിത്തൗട്ട് കൺസിഡറേഷൻ വരുന്ന മൂവബിൾ പ്രോപ്പർട്ടി അഗ്രിഗേറ്റ്. ഓക്കെ. അഗ്രിഗേറ്റ് 55,000 ആണ്. therefore taxable. 55,000 will be taxable. Then next one, HUF gifted a car. So fourth scenario എന്താണ്? കാർ ആണ്. കാർ എന്തിനകത്ത് വരുന്നില്ല? പ്രോപ്പർട്ടിയിൽ കവർ ചെയ്യുന്നില്ല. therefore കാറാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. സോ പിന്നെ നമ്മൾ എന്താണ്? പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രം വാല്യൂ നോക്കിയാൽ മതി. കാർ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് പ്രോപ്പർട്ടി, നോട്ട് ടാക്സബിൾ. ഓക്കെ. സോ ദാറ്റ് മീൻസ് 5,25,000 കൊടുത്ത ആളോട് എന്ത് ചെയ്യും? അതോറിറ്റി അതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. കിട്ടിയ ആൾ എന്താണ്? സേഫ് ആണ്. ബിക്കോസ് എന്ത് വരുന്നില്ല? പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്നില്ല. therefore എന്തല്ല? ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. നെക്സ്റ്റ് വൺ, Problem 5. Question. Interest on enhanced compensation received by Mr. J during the previous year 19. So previous year 1920 എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ കിട്ടിയ എത്രയാണ്? 5 lakhs. ഓക്കെ. സോ അതിനകത്ത് പറയുന്നു
interest related profile out of this 1,50,000 എന്താണ് 2016-17 പ്രീവിയസ് ഇയറിലേക്ക് റിലേറ്റ് ചെയ്താണ് 1,65,000 17-18 ദെൻ 1,85,000 18-19 ഒക്കെ നമുക്ക് ഇതിനകത്ത് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം. ഓക്കെ, സോ ഏത് പ്രീവിയസ് ഇയറിലാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത്, സോ ഏത് ഇയറുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ഒന്നുമില്ല, പ്രീവിയസ് ഇയറിൽ കിട്ടുന്നത് ഫുള്ള്. ഓക്കെ, സോ പ്രീവിയസ് ഇയറിൽ എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്? 5 ലക്ഷം. ഓക്കെ, സോ ഇറസ്പെക്റ്റീവ് ഏത് അക്കൗണ്ടിങ് സിസ്റ്റം മെത്തേഡ് യൂസ് ചെയ്താലും ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് അതിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? അണ്ടർ സെക്ഷൻ 57 പ്രകാരം കിട്ടിയ എത്രയാണോ അതിൻ്റെ 50%, ദാറ്റ് മീൻസ് ഇതിനകത്ത് 50% എത്ര വരും? 2,50,000. അത് കുറച്ചിട്ടുള്ള റിമൈനിങ് പോർഷൻ ആയിരിക്കും എന്ത് വരുന്നത്? ടാക്സ് ചെയ്യുന്നത് ഇവിടെ അതർ സോഴ്സിൽ, ഇൻകം ഫ്രം അതർ സോഴ്സിൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ എമൗണ്ട് അല്ല, ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. സോ ഏത് പ്രീവിയസ് ഇയറിലാണോ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ കിട്ടുന്നത് അതെല്ലാം കൂടെ എന്താണ്? ഒറ്റയടിക്ക് കിട്ടിയ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യും. ബട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു 50% എക്സംഷൻ. ഓക്കെ, 57 പ്രകാരം കിട്ടിയ എത്രയാണോ അതിൻ്റെ പകുതി നമുക്ക് എന്ത് ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Examine under which head the following income is taxable. Okay, so rental income in case of property held as stock in trade for 3 years. Okay, so stock in trade ആണെങ്കിലും rental income from house property ownership criteria വെച്ചിട്ട് എന്ത് വരും? ഹൗസ് പ്രോപ്പർട്ടിയിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്. Then dividend. So dividend on shares in case of share dealing in share. എങ്ങനെയാണെങ്കിലും ഡിവിഡൻഡ് ഇൻകം എന്താണ്? അണ്ടർ സെക്ഷൻ 56 പ്രകാരം ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. Then salary received by partner from അത് വരുന്നത് PGBP ആണ് സാലറി. റെൻ്റൽ ഇൻകം ഫ്രം മെഷീനറി, റെൻ്റൽ ഇൻകം അത് PGBP ആകാം അല്ലെങ്കിൽ IFOS ആകാം. വിന്നിങ്സ് ഫ്രം ലോട്ടറി, പേഴ്സൺ ഹാവിംഗ് സെയിം ആസ് ബിസിനസ് ആക്ടിവിറ്റി. വിന്നിങ്സ് ഫ്രം ലോട്ടറി എന്താണ്? ഓൾവേസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, സോ വിന്നിങ് ലോട്ടറി വിൽക്കുന്ന ആൾക്കടിച്ചാലും എന്താണ്? ലോട്ടറി വിന്നിങ്സ് ഫ്രം ലോട്ടറി എന്താണ്? IFOSലാണ് ടാക്സ് ചെയ്യുന്നത്. സാലറി പേയബിൾ ടു മെമ്പർ അത് എന്താണ്? IFOS. റെസീറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, സോ അത് റെസീറ്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ, ദാറ്റ് മീൻസ് ഒരു ഗിഫ്റ്റിന് ക്യാഷ് ആണെങ്കിൽ IFOS വരും. ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ്, ഇൻട്രസ്റ്റ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് ഈസ് അൺറെക്കഗ്നൈസ്ഡ്. ഓക്കെ, അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് IFOS. സോ എന്താണ്? ഇൻട്രസ്റ്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഓൾറെഡി IFOSൽ സാലറി ഡിസ്കസ് ചെയ്താണ്. റെൻ്റൽ ഇൻകം ഇൻ കേസ് ഓഫ് പേഴ്സൺ എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി. ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി ആണ് അയാളുടെ ബിസിനസ് എങ്കിൽ അതെവിടെ വരും? PGBP. ഓക്കെ, സോ ദാറ്റ് മീൻസ് എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ വരാം, കൊണ്ട് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, whether the following are chargeable to tax and amount liable to tax. A sum of rupees 1,20,000 was received as gift from a non-relative by Raj on the occasion of the marriage of his son. Okay, so നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 1,20,000 കിട്ടി, അതെന്താണ്? ഗിഫ്റ്റാണ്, നോൺ റിലേറ്റീവ് ആണ്. ഓക്കെ, സോ ഇത് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയത് ഒക്കേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ മാരേജിൻ്റെ ഒക്കേഷൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ടാക്സ് ചെയ്തേനെ. ഇവിടെ കിട്ടിയതാണ് സണ്ണിൻ്റെ മാരേജിൻ്റെ ഒക്കേഷനാണ്. ഓക്കെ, സോ സണ്ണിൻ്റെ മാരേജിലായതുകൊണ്ട് എന്താണ്? ഈ 1,20,000 വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFOS. IFOSൽ എൻറ്റയർ എമൗണ്ട് വിൽ ബി ടാക്സ്ഡ്. ഇതെന്താണ്? എൻറ്റയർ എമൗണ്ട് ടാക്സബിൾ ആണ്, ടാക്സബിൾ. Then interest on enhanced compensation 96,000 received 12/3/2020 for acquisition of urban land, of which 40% relates to previous year. So ഏത് ഇയറുമായിട്ട് റിലേറ്റ് ചെയ്തോട്ടെ എത്രയായിട്ട്? 96,000 എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ആണ്. സോ അണ്ടർ സെക്ഷൻ 57 വെച്ച് നമുക്ക് എന്താണ്? 50% into 96,000. ദാറ്റ് മീൻസ് എത്രയാണ്? 48,000 കുറയ്ക്കാം. റിമൈനിങ് എന്താണ്? 48,000 വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFOS. ഇൻകം ഫ്രം അതർ സോഴ്സിൽ 48,000 ടാക്സ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് പ്രൊവിഷൻ കറക്റ്റായിട്ട് അറിയാം. സോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ സംടൈംസ് ഇങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതർവൈസ് ഇതേപോലെ ഒരു ടാക്സബിലിറ്റി അട്രാക്റ്റീവ് എന്ന രീതിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് എത്രയാണ് ഫിഗർ വരുന്നതെന്ന രീതിയിൽ ചോദിക്കാം.
Then next question. On 10/10/2019, Mr. G, bank employee, receives 5 lakh towards interest on enhanced compensation from state government in respect of compulsory acquisition of land with a financial year, so and so. Out of interest, പല ഇയറിലേക്ക് വന്നിരിക്കുന്നു, he incurred 50,000. Okay. Legal expenditure 50,000 പറഞ്ഞിരിക്കുന്നു. നമുക്ക് receive the interest on such enhanced compensation. Okay. How much enhanced compensation will be taxed in the assessment year 2021? ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, എന്താ നമുക്ക് ഇത് അഡീഷണൽ ആയിട്ട് എന്താണ് ഇൻകർ. നമ്മൾ എപ്പോഴും IFOSൽ പറഞ്ഞിരിക്കുന്നത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അല്ല. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഒക്കെ വരുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിനകത്താണ് വരുന്നത്. ആ എൻഹാൻസ്ഡ് കോമ്പൻസേഷനായിട്ട് വരുന്ന ഫിഗർ എല്ലാം ക്യാപിറ്റൽ ഗെയിനിലാണ്. ഇവിടെ നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് ആ പ്രീവിയസ് ഇയറിൽ ടാക്സ്. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് അസസ്മെന്റ് ഇയർ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കറസ്പോണ്ടിങ് ടു എനി പ്രീവിയസ് ഇയർ, ഏത് അതിന് മുമ്പിലുള്ള പ്രീവിയസ് ഇയറോട്ടൊക്കെ കറസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. സോ എങ്ങനെയാണെങ്കിലും നമുക്ക് എന്താണ് ഏത് പ്രീവിയസ് ഇയറിലാണോ ആ കിട്ടിയത് ആ കിട്ടിയ ഫിഗർ എന്താണ് IFOS. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർ സെക്ഷൻ 57 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 50% കിട്ടിയതിന്റെ 50% നമുക്ക് എന്താണ് എലിജിബിൾ ഡിഡക്ഷൻ ആണ്. 57% എലിജിബിൾ ഡിഡക്ഷൻ ആണ് 2,50,000. സോ അത് കുറച്ചിട്ട് കിട്ടുന്ന 2,50,000 വിൽ ബി ടാക്സ്ഡ് ആസ് IFOS. ഓക്കെ, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ അല്ലെങ്കിൽ. സോ ഇതിനകത്ത് ഒരു ഹി ഇൻകം 50,000 ലീഗൽ എക്സ്പെൻസസ് ടു റിസീവ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻഡിച്ചർ ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല. സോ ലീഗൽ എക്സ്പെൻഡിച്ചർ അതൊന്നും കുറയ്ക്കാൻ പറ്റില്ല. സോ നമുക്ക് കുറയ്ക്കാവുന്ന എത്രമാത്രമാണ് 57 പ്രകാരമുള്ള 50% അല്ലേ. സോ ലീഗൽ എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് കിട്ടാനൊക്കെ അതെല്ലാം എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകത്തേ ഉള്ളൂ. നമുക്ക് എന്താണ് വേറെ എക്സ്പെൻഡിച്ചർ ഒന്നും കൊണ്ടുവരരുത്. നിങ്ങൾക്ക് കിട്ടിയതിന്റെ പല വർഷമായിട്ട് കിട്ടേണ്ടായിരുന്നു, കിട്ടിയത് ഈ വർഷം ടാക്സ് ചെയ്യും. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പകുതി എക്സംഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. The following details furnished by H pertaining to year 31/3/2020. Cash gift 50 എന്താണ് compute the income if any as time from other source. Okay, other source എന്തെങ്കിലും ഇൻകം ഉണ്ടോ എന്ന് വെച്ചാൽ cash gift 51,000 received from a friend on the occasion of Shashti Abdavoti wedding function. Okay, so husband അതൊന്നും കൊണ്ടുവരില്ല. That means 51,000 എന്താണ് taxable ആണ്. entire 51,000 taxable ആണ്. Okay, on the occasion of marriage ആണെങ്കിൽ മാത്രമാണ് ഫ്രണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. on her friend. On the above occasion, a diamond necklace worth rupees 2 lakhs was presented by her sister. Okay, sister means എന്താണ് relative ആണ്, will not be taxed. Okay, when she celebrated her daughter's wedding on 12/2/2020, he assigned friend assigned in Semal's favor a fixed deposit by way of scheduled bank. The value of the deposit accrued interest on the said was 52,000. Okay, so നോക്കാം. And the accrued interest on the said date was. അപ്പോൾ ഈ സെനാരിയോയിൽ ലാസ്റ്റ് ഇതിൽ ഫസ്റ്റിലത്തേൽ നമുക്ക് എന്താണ് 51,000 ടാക്സബിൾ ആണ്. 51,000 സെക്കൻഡിൽ നമുക്ക് എന്താണ് നോട്ട് ടാക്സബിൾ. തേർഡ് സെനാരിയോയിൽ എന്താണ് on the occasion of daughter's wedding ആണ്. നമുക്ക് എന്താണ് FD ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരിക്കലും എന്താണ് നമുക്കിവിടെ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നിൽ ആ പറയുന്ന FD കൊടുത്തിരിക്കുന്നു, ഡോട്ടേഴ്സ് ഫ്രണ്ട് ഷീ സെലിബ്രേറ്റഡ്. സോ ആ FD അഗൈൻസ്റ്റ് ഇൻട്രസ്റ്റ് ചെയ്താലും എന്താണ് അതിനകത്തോട്ട് തന്നെ അക്യുമുലേറ്റ് ചെയ്യത്തേ ഉള്ളൂ. സോ FD അത് എന്തെടുക്കാം, ഒന്നുകിൽ എന്താണ് FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരാത്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തായിട്ട് കൂട്ടാം. അല്ലെങ്കിൽ ഇത് പറഞ്ഞത് എന്താണ് പ്രോപ്പർട്ടിയുടെ ക്യാഷ് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് കിട്ടിയത് ക്യാഷ് ഗിഫ്റ്റ് എന്ന രീതിയിൽ സം ഓഫ് മണി റിസീവ്ഡ് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, സം ഓഫ് മണി. സോ നോർമൽ സെനാരിയോയിൽ നമുക്ക് എന്താണ് ഈ 52,000 എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ ഡെഫിനേഷൻ വരുന്നില്ല. സോ അസസ് ചെയ്യപ്പോൾ എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള നോക്കിയിട്ട് എടുക്കാതിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. Examine the following. Mr. B transferred 500 shares of R Limited to Mrs. B Company Private Limited on 1/10/2009 for 3 lakh when market value 5 lakh. Okay, cost of indexation Mr. B computed. So ഇവിടെ മിസ്റ്റർ ബിയുടെ സെനാരിയോ എടുക്കുകയാണെങ്കിൽ മിസ്റ്റർ ബി എന്താണ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തു. എന്താണ് ഫെയർ മാർക്കറ്റ് 3 lakhsന് ട്രാൻസ്ഫർ ചെയ്തു. എത്രയാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ 5 lakh ആയിരുന്നപ്പോൾ 3 lakhന് ട്രാൻസ്ഫർ ചെയ്തു. ദാറ്റ് മീൻസ് inadequate
കൺസിഡറേഷൻ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ഡിഫറൻസ് എത്രയാണ്? ആ ഡിഫറൻസ് വരുന്നത് 2 lakh ആണ്. സോ IFOS എത്ര ചാർജ് ചെയ്യും? IFOS ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് 2 lakhs ടാക്സ് ചെയ്യും. സോ ഇതെല്ലാം നമുക്ക് എന്താണ് മിസ്റ്റർ ബി കമ്പ്യൂട്ടർ ഇതെല്ലാം വരുന്നത് എന്താണ് ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സേഷൻ അത് വരുന്നതാണ്. നമ്മളിവിടെ സോ നമ്മൾ IFOSൻ്റെ മാത്രമാണ് ടാക്സബിൾ ഇൻ ടേംസ് ഓഫ് മിസ്റ്റർ ബി അണ്ടർ IFOS മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ഗെയിൻ്റെ പോർഷൻ നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല ബിക്കോസ് IFOSൻ്റെ മാത്രമുള്ള പ്രോബ്ലമാണ്. നമ്മളത് ടോട്ടൽ ഇൻകത്തിൻ്റെ പ്രോബ്ലം കമ്പ്യൂട്ടറിൽ ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ മിസ്റ്റർ സി എംപ്ലോയിഡ് ഇൻ എ കമ്പനി വിത്ത് ടാക്സബിൾ സാലറി 5 lakh. He receives cash gift of 1 lakh from a charitable trust listed on 12 December 2019 for meeting medical expenses. His cash gift received from trust Francis transfer taxable in the hands of Mr. C. Okay. So നമ്മൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇവിടെ നിന്നാണ് അണ്ടർ സെക്ഷൻ 12AA. ദാറ്റ് മീൻസ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കിട്ടിയാൽ എന്തെങ്കിലും കിട്ടിയാൽ എന്താണ് വിൽ നോട്ട് ബി ടാക്സബിൾ. സോ ആ കിട്ടിയ എമൗണ്ട് എന്തായിരിക്കും? നോട്ട് ടാക്സബിൾ അണ്ടർ IFOS. സോ സാലറി വരുന്നത് ഇൻകം സാലറി അത് ടാക്സബിൾ. ഇപ്പം നമുക്ക് ചോദിച്ചിട്ടില്ല. ഇതിൽ പറഞ്ഞ ഈ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന 12A രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ടാക്സബിലിറ്റി അട്രാക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്ത് ചെയ്യത്തില്ല? ടാക്സബിലിറ്റി അട്രാക്റ്റ് ചെയ്യില്ല. ബിക്കോസ് 12AA രജിസ്ട്രേഷനുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ഓഫ് വിത്തൗട്ട് കൺസ്ട്രക്ഷൻ കിട്ടിയാൽ വിൽ നോട്ട് ബി ടാക്സ്ഡ്. സോ ഇത്രയാണ് നമ്മുടെ IFOS വരുന്ന പ്രോബ്ലംസ്. സോ ഇന്നത്തെ കുറേ ഏരിയാസിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ഇത് ടോട്ടൽ ഇൻകം പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.